ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുള്ളത് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, പത്മകുമാർ അധ്യക്ഷത വഹിച്ച ദേവസ്വം ബോർഡ് യോഗത്തിൽ ചെമ്പാണ്, ഈ സ്വർണ്ണപ്പാളികളല്ല, ഇത് ചെമ്പ് പാളികളാണ് എന്ന് രേഖപ്പെടുത്താൻ പത്മകുമാർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരു സാമാന്യ ലോജിക്കിൽ ഞങ്ങൾ ചോദിക്കുന്നത്, ശബരിമലയെ പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ ഇതുപോലെയുള്ള വിഷയത്തിൽ അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് തയ്യാറാകുമോ? അതിന് മേലെയുള്ള ആരെങ്കിലും സഹായമില്ലാതെ പത്മകുമാർ തയ്യാറാകുമോ? പത്മകുമാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, ഞാൻ ഇതിലൊന്നും ഇടപെടാറില്ല, ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളൊന്നും ഇടപെടാറില്ല. പക്ഷേ 2018-2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും നാം പുറം ലോകം പറഞ്ഞത് ദേവസ്വം ബോർഡ് മന്ത്രിയിലൂടെയാണ്, ദേവസ്വം മന്ത്രിയിലൂടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം മന്ത്രിയാണ് പരിചയപ്പെടുത്തിയത് എന്ന് N. വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും മൊഴിയിലുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 2018-2019 കാലഘട്ടത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ അവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല. അന്ന് ദേവസ്വം ബോർഡിൻ്റെ വക്താവിനെ പോലെ എല്ലാ ബോർഡ് മീറ്റിങ്ങിൻ്റെയും തീരുമാനം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സത്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ല, മന്ത്രിയായിരുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം ഇടപെടുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ നിർണായകമായിട്ടുള്ള കാര്യം മാത്രം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്കാളിത്തം SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് നമുക്കറിയില്ല. പത്മകുമാറിനെയും N. വാസുവിനെയും അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ അവരുടെ മൊഴിയിലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഏറ്റവും മിനിമം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും വേണ്ടതാണ്. ഇനിയും അത് വൈകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, ഈ കാര്യത്തിൽ ഇനിയും ഉന്നതരായിട്ടുള്ള ആളുകളിൽ പങ്കാളിത്തമുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. N. വാസുവിൻ്റെ കൂടെ അന്ന് ദേവസ്വം ബോർഡ് മെമ്പർമാരായിട്ടുള്ള ആളുകൾ, അതൊരു പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് ശങ്കരദാസാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവാദം നടക്കുമ്പോൾ N. വാസുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിവാദപരമായിട്ടുള്ള പല പ്രസ്താവനകളും നമുക്കൊന്ന് ഓർമ്മയുണ്ട്. അവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരുമൊക്കെ മുഖ്യമന്ത്രിയുടെ നാവായിരുന്നു, മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷന്മാരായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ SIT കടകംപള്ളി സുരേന്ദ്രനെയും VN. വാസവനെയും ചോദ്യം ചെയ്യണം. അവരെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പങ്കാളിത്തം ഈ കാര്യത്തിൽ ബോധ്യമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് ദേവസ്വം ബോർഡ് സ്പോൺസർ ചെയ്തതല്ല, കേരളത്തിലെ CPM-ഉം AK സെൻറ്ററും സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വലിയ കൊള്ളയാണ്. ഇത് ഈ പ്രാവശ്യത്തെ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുകയാണ്. കോടിക്കണക്കിന് തീർത്ഥാടകന്മാർ ഓരോ വർഷവും വന്നു ചേരുന്ന ശബരിമലയിൽ അവിടുത്തെ ശ്രീകോവിൽ സംരക്ഷിക്കാൻ സാധിക്കാത്ത, ശ്രീകോവിലിന് മുമ്പിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കുന്ന ഒരു പാർട്ടിയെ കേരളത്തിലെ പ്രാദേശിക ഭരണസമിതികൾ എങ്ങനെ ഏൽപ്പിക്കും? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തസ്കര സംഘമായി CPM എന്ന് പറയുന്ന പാർട്ടി മാറുകയാണ്. ശബരിമല ശാസ്താവിൻ്റെ സ്വർണം മോഷ്ടിക്കാൻ മടിയില്ലാത്ത ഈ പാർട്ടിയും പാർട്ടി ഘടകങ്ങളും കേരളത്തിലെ ഖജനാവ് മോഷ്ടിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ശബരിമലയെ സംരക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് പഞ്ചായത്തും സംരക്ഷിക്കാൻ കഴിയില്ല എന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ തുറന്നു പറയും, അവതരിപ്പിക്കും. കേരളത്തിലെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ ഈ കാര്യത്തിലുള്ള അവരുടെ വേവലാതിയും അവരുടെ ആശങ്കകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട
ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിട്ട് തന്നെ മാറുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ജനം ഈ കാര്യത്തിൽ അത്യധികം കൺസേൺ ആണ്. പ്രത്യേകിച്ചും മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ശബരിമലയിൽ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവുകയാണ്. അവിടെ നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാർ ദർശനം നടത്താൻ കഴിയാതെ പമ്പയിൽ മാല ഊരി തിരിച്ചു പോവുകയാണ്. എത്രയോ വിഷ്വൽസ് നാം കണ്ടു. കേരളത്തിന് പുറത്തു വരുന്ന അയ്യപ്പന്മാർ സങ്കടം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞ് മാല പമ്പയിലൂരി തിരിച്ചു പോകുന്ന ചിത്രങ്ങൾ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്.